ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 36 മുതൽ 41 വരെയുള്ള വചനങ്ങളാണ്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം അധ്യായം 4, 36, 41. അച്ഛൻ അത് ആദ്യം ഒന്ന് വായിക്കാം. അന്ന് സായാഹ്നമായപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെയുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരോ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന തിരുവചനം, അത് ഇങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയേണ്ടത്. പാതി വഴിയിൽ മുഴുവൻ വിശ്വാസം ഉള്ളവരായിരിക്കുക. പാതി വഴിയിൽ മുഴുവൻ വിശ്വാസം ഉള്ളവരായിരിക്കുക. Have faith in the middle way. Have faith in the middle way. പാതി വഴിയിൽ മുഴുവൻ വിശ്വാസവും ഉള്ളവരായിരിക്കുക. അതായത് നമുക്കൊക്കെ ഈ പറയുന്ന, എനിക്കും നമുക്കെല്ലാവർക്കും വളരെ എളുപ്പമാണ് ഏതൊരു കാര്യത്തിന്റെ ആരംഭത്തിലും, ജീവിതത്തിന്റെ ആരംഭത്തിൽ, ഒരു ജീവിതാന്തസ്സിന്റെ ആരംഭത്തിൽ, ഒരു കാര്യം തുടങ്ങുമ്പോൾ, ഏതൊരു സംരംഭം ആരംഭിക്കുമ്പോഴും നല്ല വിശ്വാസം ഉള്ള വ്യക്തികളായിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വിശ്വാസത്തോടെ ഏതൊരു കാര്യവും തുടങ്ങുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളതാണ്, സന്തോഷം ഉള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും. അതുപോലെ തന്നെ വിജയപ്രദമായ വിധത്തിലുള്ള ഒരു എൻഡിങ്, അതിലും വിശ്വാസത്തോടെ നിലനിൽക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. ഉദാഹരണം പറഞ്ഞാല്, 10ാം ക്ലാസ്സില് ഈ വർഷം മുഴുവൻ A+ കിട്ടുമ്പോഴത്തേനും അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ പറയും, ഓ, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്കിത് ഫുൾ A+ കിട്ടിയെന്ന്. ഇനി ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് കിട്ടുമ്പോൾ പറയും, ഇതാ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, എന്റെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ ഇടയാക്കി, എന്റെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന മൂലം എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ ഇടയാക്കി എന്നൊക്കെ പറയും. വിദേശത്തേക്ക് വരുവാൻ ഒരു ജോലി ശരിയായി ഇവിടേക്ക് വരുമ്പോൾ പറയും, ഇത് എനിക്ക് ഒരു സംശയമില്ലാതെ ഇത് കിട്ടുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, ഇതാ ഞാൻ ഇവിടെ എത്തി, കിട്ടിയെന്ന് പറയും. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അത് ശുഭകരമായി അവസാനിക്കുമ്പോഴും വിശ്വാസത്തിൽ നിലനിൽക്കുക, വിശ്വാസം ഉള്ളവരായിരിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, സന്തോഷകരമായ കാര്യമാണ്. ഇറ്റ് ഈസ് വെരി എക്സൈറ്റിംഗ്. അതേസമയം പാതി വഴിയിൽ മുഴുവൻ വിശ്വാസവും ഉള്ളവരായിരിക്കുക എന്നുള്ളത് ഇത്രയും എളുപ്പമുള്ള കാര്യമല്ല. നമ്മളെയൊക്കെ കർത്താവ് വിളിക്കുന്നതും ഈ 50 നോയമ്പ് കാലഘട്ടത്തിൽ പ്രത്യേകമായും നമുക്ക് മുന്നറിയിപ്പ് പോലെ പറഞ്ഞു തരുന്നതുമായ കാര്യം, പാതി വഴിയിൽ മുഴുവൻ വിശ്വാസവും ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ്. കാരണം യഥാർത്ഥത്തിലുള്ള വെല്ലുവിളി, നമുക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് എന്നുള്ളതിനെ മാറ്റുരച്ച് നോക്കുന്നത് ജീവിതത്തിന്റെ പാതി വഴികളിലാണ്, ആരംഭത്തിലല്ല, അവസാനത്തിലല്ല. ദ റിയൽ ചേഞ്ച് ആൻഡ് ചലഞ്ച് ഈസ് ടു ഹാവ് ഫെയ്ത്ത് ഇൻ ദ മിഡിൽ വേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് പാതി വഴിയിലാണ് യഥാർത്ഥത്തിലുള്ള വെല്ലുവിളികൾ നമുക്ക് അനുഭവിക്കേണ്ടി വരിക, ഫേസ് ചെയ്യേണ്ടി വരിക. ആ സമയത്താണ് മുഴുവൻ വിശ്വാസവും ഉള്ളവരാണ് നമ്മളെന്ന് നമ്മളോട് തന്നെ ബോധ്യപ്പെടുത്തണം,
കർത്താവിൻ്റെ അടുത്ത് ബോധ്യമായി നിൽക്കുകയും വേണം. കാരണം നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നതിനിടയ്ക്ക് പലതരത്തിലും നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകും, നമ്മളെ തള്ളിക്കളയുന്നവരുണ്ടാകും, നമ്മളെ വേദനിപ്പിക്കുന്നവരുണ്ടാകും. ജീവിതത്തിൽ പരാജയങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ധാരാളം സന്ദർഭം ഉണ്ടാകും. അതിനൊക്കെയാണ് ഈ പാതി വഴി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പാതി വഴികളിൽ നമ്മൾ മുഴുവൻ വിശ്വാസവും ഉള്ളവരായിരിക്കണം. അതിലാണ് നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ മാറ്റുരച്ച് നോക്കപ്പെടുന്നത്. ആ സന്ദർഭങ്ങളാണ് നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവർ കാണും, ഒരു പരാജയപ്പെട്ട ആളാണ്, ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്, ഒരു കാര്യമില്ലാത്ത ആളാണ്. എല്ലാ തരത്തിലും നമ്മൾ ഒറ്റപ്പെടുകയും കുറ്റപ്പെടുത്തപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പാതി വഴികളിൽ വിശ്വാസം മുഴുവനും ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വചനം ഈ തരത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഉയരുന്ന ഏറ്റവും എനിക്ക് ചോദിക്കാനും പറയാനുമുള്ള പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം ഇതാണ്: നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ പാതി വഴികളിൽ മുഴുവൻ വിശ്വാസമുള്ളവരായി നിലനിൽക്കാൻ സാധിക്കുമോ, ജീവിക്കാൻ സാധിക്കുമോ? അതാണ് ചോദ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒറ്റപ്പെടലുണ്ടാകുമ്പോൾ, തഴയപ്പെടുമ്പോൾ, ബിസിനസ് പരാജയപ്പെടുമ്പോൾ, രോഗത്താൽ വലയുമ്പോൾ, എല്ലാ തരത്തിലും അസ്വസ്ഥപ്പെടുമ്പോൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, ആ സമയത്തൊക്കെ നമുക്ക് മുഴുവൻ വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ നിലനിൽക്കാൻ സാധിക്കുമോ? വിൽ യു ഹാവ് ഫെയ്ത്ത് ഇൻ ദ മിഡിൽ? നമുക്ക് ഓരോരുത്തർക്കും പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരിക്കുമോ ഇങ്ങനെയുള്ള സമയത്ത്? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പിതാവായ ദൈവം, കർത്താവ് വിശ്വസിക്കുക, പിതാവായ ദൈവം നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒരു വലിയ പദ്ധതി വിഭാവനം ചെയ്ത് വലിയ സ്വപ്നങ്ങൾ തരും. ഭാവിയിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, അത് കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിൽ എങ്ങനെ മക്കളെ വളർത്തണം, മക്കളെ വലുതാക്കി ആരാക്കി തീർക്കണം, എന്തൊക്കെ ചെയ്യണം, ബിസിനസ് എന്തായിരിക്കണം എന്നൊക്കെ. അതുപോലെ തന്നെ അതിന്റെ അവസാനവും ഈശോ കാണിച്ചു തരും. പിതാവായ ദൈവം നമുക്ക് പറഞ്ഞു തരും, ഇതേ നീ ഇങ്ങനെയൊക്കെ ആയിരിക്കും, നിന്റെ അവസാനം ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിന് ഇടയ്ക്കുള്ള കുറെ കാലഘട്ടങ്ങൾ കർത്താവ് ശമിക്കുക പിതാവായ ദൈവം വെളിപ്പെടുത്തി തരില്ല. അപ്പോ ആരംഭം പിതാവ് വെളിപ്പെടുത്തി തരും, എങ്ങനെ അവസാനിക്കുന്നു, കലാശക്കൊട്ട് എങ്ങനെയായിരിക്കും, അതും കർത്താവ് വെളിപ്പെടുത്തി തരും. എന്നാൽ ഇൻ ബിറ്റ്വീൻ, അതിന്റെ മധ്യാന്തം എന്ന് പറയും, മധ്യഭാഗം കർത്താവ് ശമിക്കുക പിതാവായ ദൈവം വെളിപ്പെടുത്തി തരില്ല. പരിശുദ്ധ കന്യാമറിയത്തെ പിതാവായ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്തിട്ട് ദൈവദൂതനിലൂടെ അറിയിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ആരംഭമാണ് കന്യാമാതാവിന്റെ ദൈവമാതാവായി തെരഞ്ഞെടുക്കുന്നതിന്റെ ആരംഭം. നിസാര ആരംഭമൊന്നുമല്ല, അല്ലെ? അതിപ്പം നമുക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാല് നമുക്ക് മനസ്സിലാകുന്നതല്ല, ചെറുപ്പക്കാർക്ക് ചിലപ്പം മലയാളികളായ ചെറുപ്പക്കാർക്ക് മനസ്സിലാകും. മരണമാസം എന്ന് പറയും. എന്ന് വെച്ചാൽ അചിന്തനീയമായ ഒരു തുടക്കം. അതാണ് പരിശുദ്ധ മാതാവിന്റെ ജീവിതത്തിലെ തുടക്കം. മാതാവിനോട് ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ ദൂതൻ തന്നെ, എന്ന് വെച്ചാൽ ദൈവം തന്നെ പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്, നീ ഒരു ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അത് ദൈവപുത്രൻ തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതിലും വലിയ ഒരു ഭാഗ്യം ലോകത്തിൽ ഏതൊരു സ്ത്രീക്കും കിട്ടാനുണ്ടോ? ദൈവപുത്രന്റെ അമ്മയാവുക, ദൈവമാതാവായി തീരുക. അത് ആരംഭം, അതീവ ഗംഭീരമായ ആരംഭം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനുശേഷമുള്ള കാര്യങ്ങൾ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. പിതാവായ ദൈവം മാതാവിന് വെളിപ്പെടുത്തി കൊടുത്തില്ല. എന്തൊക്കെ? നീ ഇങ്ങനെ ഗർഭം ധരിക്കും, അത്രയും പറഞ്ഞതിന് ശേഷം ആ പുത്രനെ പ്രസവിക്കുന്നത് ഒരു കാലിത്തൊഴുത്തിലായിരിക്കും, മൃഗങ്ങളുടെ കൂട്ടിലായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്തില്ല, വെളിപ്പെടുത്തി കൊടുത്തില്ല. ഇനി ആ കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് ഇവിടുന്ന് ജെറുസലേമിൽ നിന്ന് ഈജിപ്ത് വരെ ഏകദേശം 700 കിലോമീറ്റർ ഒളിച്ചോടേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നില്ല. മാതാവ് ചോദിച്ചില്ല, എന്തേ ദൈവമേ നീ ഇത് പറഞ്ഞില്ലല്ലോ എന്നോട്.
ഇതേ ഇങ്ങനെയാണ് ഞാൻ ദൈവത്തിന് ജന്മം നൽകാൻ, ദൈവത്തിന് ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു ലോകത്തിലേക്ക് വെച്ചുള്ള ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രസവാസ്പത്രിയിലായിരിക്കും എനിക്ക് പ്രസവിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നതെന്ന്. പക്ഷെ എവിടെയാ കിട്ടിയത്? കാലിത്തൊഴുത്തില്. മാതാവ് ചോദിച്ചില്ല, ദൈവമേ നീ എന്നോട് പറഞ്ഞില്ലല്ലോ ഇങ്ങനെ മൃഗങ്ങളുടെ ഇടയ്ക്കായിരിക്കും ഞാൻ കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരുന്നതെന്ന്. മാതാവ് ചോദിച്ചില്ല. പിന്നെ പറഞ്ഞില്ല, ഇത്ര ചെറുപ്പത്തിലെ ഈ കൊച്ചിനെയും കൊണ്ട് ഇത്രയും അകലേക്ക് ഒളിച്ചോടേണ്ടി വരുമെന്ന് നീ എന്നോട് പറഞ്ഞു തന്നില്ല. മാത്രമല്ല അനേക വർഷം അവിടെ ഇങ്ങനെ ഒളിച്ചു കഴിയേണ്ടി വരുമെന്നും പറഞ്ഞു തന്നില്ല. ഇനി തിരിച്ചു വന്നു കഴിഞ്ഞിട്ടോ എല്ലാ ദുരിതവും അനുഭവിക്കേണ്ടി വരുമെന്ന് എന്നോട് പറഞ്ഞു തന്നില്ല. മാത്രമല്ല എന്റെ മകൻ ഇങ്ങനെ തള്ളപ്പെടുമെന്നും ഒറ്റ കൊടുക്കപ്പെടുമെന്നും ഇത്രയും ക്രൂരമായ വിധത്തിൽ അടികളേറ്റ് കുരിശു ചുമന്ന് കുരിശിൽ തറയ്ക്കപ്പെടുമെന്ന് ദൈവമേ എന്നോട് നീ പറഞ്ഞില്ല. ഇങ്ങനെയുള്ള ഒരു കാര്യവും പിതാവായ ദൈവം മാതാവിനെ തെരഞ്ഞെടുത്തപ്പോ പറഞ്ഞു കൊടുത്തില്ല. ഇതാണ് മറിയത്തെ സംബന്ധിച്ചുള്ള പാതി വഴി എന്ന് പറയുന്നത്. ആരംഭം, ആ വഴിയുടെ ആരംഭം എത്രയോ ഹൃദ്യവും ഗംഭീരവും മനോഹരവുമാണ്. എന്നാൽ മധ്യത്തിലെത്തിയപ്പോഴോ, പാതി വഴിയിലെത്തിയപ്പോൾ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. ഇവിടെയാണ് എന്റെയും നമ്മുടെയും ജീവിതത്തില്, മാതാവിന്റെ ജീവിതത്തില് വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ട നിമിഷങ്ങൾ. പാതി വഴിയിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മുഴുവൻ വിശ്വാസവും ഉള്ളവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ മാതാവിനെ സംബന്ധിച്ച് ആ പാതി വഴിയിൽ തന്റെ സ്വന്തം മകൻ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ കുരിശിൻ ചോട്ടിൽ നിൽക്കുന്ന നേരത്ത് പോലും, ഇനി മരിച്ച മകന്റെ മൃതശരീരം മടിയിൽ വെച്ചപ്പോഴും വിശ്വാസം ക്ഷയിച്ചില്ല. ആരംഭത്തിൽ തെരഞ്ഞെടുത്തപ്പോ എത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നോ അതിൽ ഒരുപക്ഷെ ഒരു പടി കൂടി, ഒരു ഗ്രേഡ് കൂടി കൂടിയിട്ടുള്ളൂ മാതാവിന്റെ വിശ്വാസം. ഒരു കടുകണ കുറഞ്ഞു പോയില്ല. അതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും പാതി വഴിയിൽ മുഴുവൻ വിശ്വാസവും ഉള്ളവരായിരിക്കുക. ചിലപ്പോൾ ഇപ്പോൾ രോഗങ്ങൾ ഉണ്ടായിരിക്കും. ഈ സമൂഹത്തില് വേദന അനുഭവിക്കുന്നവരുണ്ടാകും. കുടുംബത്തിൽ ഒരു സമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ടാകും. മക്കളെ പ്രതി സങ്കടം അനുഭവിക്കുന്നവരുണ്ടാകും. സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കും. എല്ലാ തരത്തിലും തെറ്റിദ്ധരിക്കപ്പെടുന്നവരുണ്ടാകും. ഏതെങ്കിലും ദുശ്ശീലത്തിനോ ദുഷ്ടഴക്കത്തിനോ അടിമപ്പെട്ട് ജീവിക്കുന്നവരുണ്ടാകും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പാതി വഴിയാണ്. ഇവിടെ മുഴുവൻ വിശ്വാസവും ഉള്ള വ്യക്തിയായിരിക്കണം. കടബാധ്യതയുണ്ടോ? വിശ്വാസം ക്ഷയിക്കരുത്. രോഗമുണ്ടോ? വിശ്വാസം മങ്ങരുത്. ആരെങ്കിലും തെറ്റിദ്ധരിച്ചോ? വിശ്വാസം ഉപേക്ഷിക്കരുത്. ആരെങ്കിലും നമ്മളെ തള്ളിപ്പറഞ്ഞോ? ഉപേക്ഷിച്ചോ? വിശ്വാസം കൈമോശം വരരുത്. മുഴുവൻ വിശ്വാസത്തോടെ നിലകൊള്ളണം. അതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥത്തില് പൂർവ്വ യൗസേപ്പിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. പൂർവ്വ യൗസേപ്പ്, ആ യൗസേപ്പ് ഇങ്ങനെ വളർന്നു വന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ഒരു സ്വപ്നം സഹോദരന്മാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതേ ആ പാടത്ത് 7 കറ്റ, ഈ പാടത്ത് 7 കറ്റ, ആ 7 കറ്റ, ഈ 7 കറ്റകൾ ഇന്ന കറ്റകളെ കുമ്പിടുന്നു, ആരാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അതിന്റെ സ്വപ്നം എന്താന്ന് ചോദിച്ചാൽ, സഹോദരന്മാരൊക്കെ എന്നെ കുമ്പിടും, ആരാധിക്കും, ഞാൻ രാജാവാകും, എല്ലാവരും നേതാവാകും എന്നൊക്കെ ജോസഫ് വെളിപ്പെടുത്തി കൊടുത്തു. എന്ന് വെച്ചാൽ ദൈവം ജോസഫിനെ ചെറുതായിരിക്കുമ്പോൾ തന്നെ താൻ രാജാവായി, വലിയ രാജാവായി, ഒരു മഹാനായി തെരഞ്ഞെടുക്കപ്പെടും, വാഴിക്കപ്പെടും എന്നുള്ള കാര്യം ദൈവം ജോസഫിന് വെളിപ്പെടുത്തി കൊടുത്തു. അത് സത്യമാണ്. പക്ഷേ ജോസഫിന്റെ ജീവിതത്തിൽ പിന്നെ സംഭവിച്ച ഒരു കാര്യവും വെളിപ്പെടുത്തി കൊടുത്തില്ല. എന്താ? സഹോദരന്മാർ ദേഷ്യപ്പെടുമെന്ന് ദൈവം ജോസഫിന് പറഞ്ഞു കൊടുത്തിരുന്നില്ല. ഇനി സഹോദരന്മാരെ തേടി പോകുമ്പോൾ അവര് പിടിച്ച് പൊട്ടക്കിണറ്റിൽ തള്ളിക്കളയുമെന്ന് ദൈവം ജോസഫിന് വെളിപ്പെടുത്തി കൊടുത്തില്ല. ഇനി അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ നിന്നും പിടിച്ചെടുത്ത് കച്ചവടക്കാർക്ക് വിൽക്കുമെന്ന്, അടിമയായി വിൽക്കുമെന്ന് ദൈവം ജോസഫിന് പറഞ്ഞു കൊടുത്തില്ല. ഇനി അങ്ങനെ വിൽക്കപ്പെട്ട ജോസഫ് ഈജിപ്തിലെത്തിക്കഴിയുമ്പോൾ ഫറവോയുടെ എല്ലാ തരത്തിലുള്ള അപ്രീതിക്ക് പാത്രമാകുമെന്ന് ദൈവം ജോസഫിന് പറഞ്ഞു കൊടുത്തില്ല. അവിടെ ഫറവോയുടെ ഭാര്യ നിമിത്തം
കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമെന്ന് ദൈവം ജോസഫിന് പറഞ്ഞു കൊടുത്തില്ല. ആകപ്പാടെ പറഞ്ഞു കൊടുത്തു, ഇത് നിന്നെ ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു, ഇനി അവസാനം നീ വലിയ ഭരണാധികാരിയായി തീരും. അതിനിടയ്ക്കുള്ള പാതി വഴിയിൽ സംഭവിക്കുന്ന ഒരു കാര്യവും ജോസഫിന് പറഞ്ഞു കൊടുത്തില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓരോ സന്ദർഭങ്ങൾ ഉണ്ടായപ്പോൾ ജോസഫ് ദൈവത്തോടൊട്ട് പരാതിപ്പെട്ടില്ല, പരാതി പറഞ്ഞില്ല. എന്തേ ദൈവമേ പറയാതിരുന്നത്? എന്റെ സഹോദരന്മാർ എന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുമെന്ന് എനിക്ക് മുന്നറിയിപ്പ് തരാമായിരുന്നില്ലേ? എന്നാൽ ഞാൻ ഓടി രക്ഷപ്പെടുമായിരുന്നു. ദൈവമേ, അവരെന്നെ പിടിച്ച് കച്ചവടക്കാർക്ക് അടിമയായി വിൽക്കുമെന്നുള്ള കാര്യം ഒന്ന് നേരത്തെ പറഞ്ഞു തരായിരുന്നില്ലേ? എന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും അവരുടെ അടുത്ത് പോകാതിരുന്നാണ്. ഇനി ഫറവോയുടെ ഭാര്യ എന്നെ വശീകരിക്കാൻ വരുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാതിൽ തുറക്കില്ലായിരുന്നു. ഇതൊന്നും ദൈവം പറഞ്ഞില്ല. പക്ഷെ പാതി വഴിയിൽ ഇതൊക്കെ സംഭവിച്ചിട്ടും പാതി വഴിയിൽ യൗസേപ്പ് 100% വിശ്വാസമുള്ള വ്യക്തിയായി ജീവിച്ചു. ഉറക്കെന്ന് പറയാൻ നമുക്ക് ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം ഇങ്ങനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഓർക്കണം, നമ്മളൊക്കെ ഒരു പക്ഷെ ഇന്ന് ഇങ്ങനെയുള്ള പാതി വഴി, ജീവിതത്തിന്റെ പാതി വഴിയിലൂടെ മുന്നോട്ട് പോകുന്നവരായിരിക്കും. എന്ന് വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാകും, ഏതെങ്കിലുമൊക്കെ തരത്തിലാകട്ടെ. ഈ യോസേപ്പ് അനുഭവിച്ച പോലെ, പരിശുദ്ധ മറിയം കടന്നുപോയ പോലെ ഉള്ള നെരിപ്പോടുകളിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം നമുക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. പക്ഷെ അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ മാറ്റുരച്ച് നോക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഇന്ന് ഈ പൂർവ്വ യോസേപ്പ് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ, ഞാൻ പറയുന്നതിന് പകരം, ഇന്ന് ഈ വചനം ഞാൻ പറയുന്നതിന് പകരം പൂർവ്വ യോസേപ്പാണ് നമുക്ക് പറഞ്ഞു തരുന്നതെന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു: ഞാൻ ചെയ്തതുപോലെ അന്ന് ഞാൻ ചെയ്തതുപോലെ ഇന്ന് നിങ്ങൾ ചെയ്യുക. അന്ന് ഞാൻ ചെയ്തതുപോലെ ഇന്ന് നിങ്ങൾ ചെയ്യുക. പൂർവ്വ യോസേപ്പ് ഇന്ന് ഞാൻ വചനം പറയുന്നതിന് പകരം നമ്മളോട് ഈ വചനം പറയുകയായിരുന്നെങ്കിൽ പറയും: മക്കളെ, ഓർക്കുക, അനേക വർഷം മുന്നേ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള തിക്താനുഭവങ്ങളെ കൂടെ കടന്നുപോയി. ജീവിതത്തിന്റെ പാതി വഴികൾ കണ്ണുനീരും കയ്പുനീരും ഒക്കെ ഉള്ളതായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ചെയ്തതുപോലെ ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നു, ഇന്ന് നിങ്ങൾ ചെയ്യുക. ഡു ലൈക്ക് ജോസഫ് ഡിഡ്. അതായത് വിശ്വാസം സംരക്ഷിക്കുന്നവരാവുക, വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാവുക. ഉറക്കെന്ന് പറയാം നമുക്ക് ഹല്ലേലൂയ. എല്ലാ സാഹചര്യങ്ങളും, എന്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിലെ സകല സാഹചര്യങ്ങളും ചിലപ്പോൾ നമുക്ക് പ്രതികൂലമായിട്ട് വരും. ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് തന്നെ തോന്നും, ദൈവമേ, ഇനി ഇതിൽ നിന്നും ഒരു മുക്തിയുണ്ടോ, രക്ഷയുണ്ടോ എന്ന്. കാരണം ജീവിച്ചിങ്ങനെ കുറെ വരുമ്പോൾ കുറെ പേരൊക്കെ തെറ്റായ വഴിയിലൂടെ, ഡിറക്ഷനിലൂടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് കാണാം. അപ്പോൾ ഓർക്കും, ഇനി ഇതിൽ നിന്നൊരു മോചനമുണ്ടോ, ഒരു രക്ഷയുണ്ടോ എന്ന്. ഈ നിനിവയിലേക്ക് പോകാൻ പറഞ്ഞ യോന അതിലൂടെ പോകുന്നതിന് പകരം തെറ്റായ ജസ്റ്റ് ഓപ്പോസിറ്റ് വഴിയിലൂടെ പോകുന്ന കപ്പലിൽ കയറി. ഇതുപോലെ നമ്മളെ ഒക്കെ ഏതെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും നിമിഷങ്ങളിൽ പാതി വഴികളിൽ തെറ്റായ ഡയറക്ഷനിലൂടെ പോകുന്നവരായിരിക്കും. തെറ്റായ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നതാ? ചിലപ്പം മദ്യത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നു, മയക്കുമരുന്നിന് അടിമപ്പെട്ട് ജീവിക്കുന്നു, ഏതെങ്കിലും പലതരത്തിലുള്ള ദുശ്ശീലത്തിന് അടിമയായി ജീവിക്കുന്നു. തെറ്റായ ജീവിതത്തിന്റെ ഭാഗങ്ങൾ, വഴികൾ, ഭാഗധേയങ്ങൾ, ഇങ്ങനെയുള്ള ഡയറക്ഷനിലൂടെ പോകുമ്പോൾ പ്രിയപ്പെട്ടവരോർക്കും, ഇനി അതിൽ നിന്നും തിരിച്ചു വരാനായിട്ട് ചിലപ്പോൾ സാധിക്കില്ലോ എന്ന്. പക്ഷേ സാധിക്കും. യോനായിലേക്ക് പോകാനായിട്ട് പറഞ്ഞുവിട്ട ഈ യോനാ പ്രവാചകൻ നിനിവയിലേക്ക് പോകുന്നതിന് പകരം തെറ്റായ വഴിയിലൂടെ പോയപ്പോൾ ദൈവം പിടിച്ച് ഉദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ടുപോയി എത്തിച്ചതുപോലെ, നിനിവയിൽ എത്തിച്ചതുപോലെ, നമ്മൾ എപ്പോഴെങ്കിലും തെറ്റായ വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ പിടിച്ച് യഥാർത്ഥ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അതിന് പ്രിയപ്പെട്ടവരെ ഓർക്കണം,
അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരിക്കലും ഡിസ്കറേജ്ഡ് ആകരുത്, നിരാശപ്പെടരുത്. ഡോണ്ട് ഗെറ്റ് ഡിസ്കറേജ്ഡ്. കാരണം ഒരിക്കലും നമ്മൾ നിരാശപ്പെടരുത്. ഇനി രക്ഷയില്ലല്ലോ. ചിലവർ പറയും, ഓ ഇനിയിപ്പോ എത്ര പ്രായമൊക്കെ ആയി, ഇനിയിപ്പൊ ഞാൻ നോക്കിയിട്ടൊന്നും നടക്കുന്ന കാര്യമല്ല, എത്ര പ്രായമായി, എന്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങി, ഇനിയിപ്പോ രക്ഷയൊന്നുമില്ല, സമ്പത്തൊക്കെ ഇല്ലാതായി, ഇനിയിപ്പോ സ്വരുക്കൂട്ടാനൊന്നും സാധിക്കില്ല. ഒരിക്കലും ഏത് ജീവിത സാഹചര്യത്തിലും നിരാശപ്പെടരുത്. അതൊക്കെ ജീവിതത്തിന്റെ പാതി വഴികളാണ്. അതിൽ നിന്ന് കർത്താവ് നമ്മളെ ഉയർത്തും, വളർത്തും, ശക്തിപ്പെടുത്തും. ദാവീദ് രാജാവിന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലെ ദാവീദിനെ രാജാവായി തെരഞ്ഞെടുത്തപ്പോ 12 വയസ്സ്. പക്ഷേ ദൈവം ദാവീദിനോട് പറഞ്ഞില്ല, ദാവീദെ നീയ് നിന്നേക്കാളും 10 മടങ്ങ് ആരോഗ്യവും വലുപ്പവും ഉള്ള ഒരു മഹാമേരു പോലെ രാക്ഷസനായി നിൽക്കുന്ന ഗോലിയാത്തിനെ നേരിടേണ്ടി വരും എന്ന് ദാവീദിനോട് ദൈവം പറഞ്ഞില്ല ദാവീദിനെ തെരഞ്ഞെടുത്തപ്പോൾ. പിന്നെ രാജാവ് സാവൂൾ എന്ന രാജാവ് ദാവീദ് നിന്നെ കൊല്ലാനായിട്ട് ഓടിപ്പിക്കും എന്നുള്ള കാര്യം ദാവീദിനോട് ദൈവം പറഞ്ഞിരുന്നില്ല. മാത്രമല്ല, ദാവീദെ നിനക്ക് മക്കളുണ്ടായി കഴിയുമ്പോൾ നിന്റെ മക്കളിൽ ഒരുവൻ നിന്നെ ഓടിപ്പിച്ച് നിന്റെ സിംഹാസനം പിടിച്ചെടുക്കാൻ നോക്കുമെന്നുള്ള കാര്യം ദൈവം ദാവീദിനോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ ദാവീദിനോട് പറഞ്ഞു, നിന്നെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്ന രാജാവായി, നീ രാജാവായി, ഏറ്റവും പ്രശസ്തനായ രാജാവായി അനേക നാൾ വാഴും. ഇതാണ് ബിഗിനിങ് ആൻഡ് ദ എൻഡ്. ആരംഭവും അവസാനവും ദൈവം പറഞ്ഞിരുന്നു നമുക്കും. ദ മിഡിൽ വേ പലപ്പോഴും പ്രിയപ്പെട്ടവരെ ദൈവം പറഞ്ഞു തരില്ല, കാണിച്ചു തരില്ല. പക്ഷേ അത് എന്തുകൊണ്ടാ? നമ്മുടെ വിശ്വാസം മാറ്റുരച്ച് നോക്കുന്ന സന്ദർഭങ്ങളാണത്. എന്ന് കരുതി ആ സമയത്ത് ദൈവം നമ്മുടെ കൂടെ ഇല്ല എന്നല്ല, എപ്പോഴും ദൈവം നമ്മോട് കൂടെയുണ്ട്. അതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ വചനഭാഗം. ഈശോയ്ക്ക് അറിയാമായിരുന്നു. ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതേ കടലിന്റെ അപ്പുറത്തോട്ട് പൊക്കോ എന്നും പറഞ്ഞ് വഞ്ചി തുഴയാൻ പറഞ്ഞ് എല്ലാവരും കയറി വഞ്ചി തുഴഞ്ഞു. ഈശോ ഉറങ്ങുന്നു. ദൈവം തന്നെയായ ഈശോയ്ക്ക് അറിയില്ലാഞ്ഞിട്ടാണോ കടലിൽ തിരമാല ഉണ്ടാകും, കടലില് ആ വഞ്ചിയിലേക്ക് വെള്ളം കയറും, എല്ലാവരും കൂടെ മറിയാൻ തുടങ്ങും? ഇതൊക്കെ ഈശോയ്ക്ക് അറിയാം, കാരണം ദൈവം തന്നെയാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് പറഞ്ഞു? ശിഷ്യന്മാർ പാതി വഴിയിൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കപ്പെടുന്ന വ്യക്തികളായി തീരാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിന്റെ പാതി വഴികളിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും നിങ്ങളുടെ വിശ്വാസം ക്ഷയിക്കരുത്. തിരമാല പോലെ വരുന്ന ജീവിത പ്രതിസന്ധികളെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഫേസ് ചെയ്യണം, അഭിമുഖീകരിക്കണം, എന്നിട്ട് അവയെ തോൽപ്പിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവ് യേശു മിശിഹ ഈ വചനത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്തത്, ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പാതി വഴികളിൽ മുഴുവൻ വിശ്വാസവും ഉള്ളവരായിരിക്കുവാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും ഏറ്റവും ശക്തമായ വിധത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് അത്തരത്തിൽ വിശ്വാസത്തോടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ജീവിക്കുവാൻ നമ്മളെ ഈശോ അനുഗ്രഹിക്കട്ടെ. കാരണം പാതി വഴിയിൽ ഒരിക്കലും കർത്താവ് നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല, എപ്പോഴും കൂടെയുണ്ട്. കാരണം അതിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാരണവശാലും ഒരു പോറൽ പോലും സംഭവിക്കാതെ ഇരിക്കാൻ ഈശോ നമ്മുടെ കൂടെ നമ്മളെ കൈപിടിച്ചു വഴി നടത്തും. ഈ വിശ്വാസത്തോടെ ജീവിക്കാൻ, പാതി വഴിയിൽ മുഴുവൻ വിശ്വാസമുള്ളവരായിരിക്കാൻ ഈശോ നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കൈകൾ തുറന്നു പിടിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം നമുക്ക്. ഹല്ലേലൂയ. നാമത്തിൽ തിരുവചനത്തിന്റെ ശക്തിയാൽ, കൂദാശകളുടെ ശക്തിയാൽ, പരിശുദ്ധാത്മാഭിഷേകത്താൽ കർത്താവെ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, വിദ്യാർത്ഥിനികളെ അനുഗ്രഹിക്കണമേ, യുവതിയുവാക്കളെയും കൊച്ചുകുട്ടികളെ അനുഗ്രഹിക്കണമേ. സകലരെയും കർത്താവെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വഴി നടത്തണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.